അപ്പോൾ സൗണ്ടിന് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് എത്ര ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് എത്ര ആളുകളെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഒരു ആലോചനയ്ക്ക് ഞാൻ വിധേയമാക്കുകയാണ്. അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് എത്ര ആളുകൾ മാറി മറിഞ്ഞിട്ടുണ്ടെന്ന്, നല്ല രീതിയിൽ മാറി മറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മതി. വാക്കുകളുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഒരു തവണ ഏതെങ്കിലും സമയത്ത് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന മഹാനായ, ഈ ഭൂലോകത്ത് നിന്ന് പോയിട്ടുള്ള ആ മഹാനായ വ്യക്തിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാഗരം ഇരമ്പി വരുന്നത് പോലെ അക്ഷരക്കൂമ്പാരങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഇങ്ങനെ അമ്മാനമാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിംഹഗർജനം അല്ലെങ്കിൽ ആ വാഗ്ധോരണി, അതിലൂടെ നിങ്ങളെ എത്ര നല്ല രീതിയിലാണ് നിങ്ങളെ വലിയ രീതിയിൽ പരിവർത്തനം, ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതുകൂടെ നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ വായിലൂടെ വരുന്നത് സൗണ്ടാണ്, ശബ്ദമാണ്, വാക്കുകളാണ്, വാക്കുകളുടെ കൂട്ടങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ മന്ത്രതന്ത്ര വിധികളുടെയും രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മന്ത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മന്ത്രം എന്താണ്? സൗണ്ടാണ്. മന്ത്രം എന്ന് പറയുന്നത് ഒരു സൗണ്ടാണ്. ഓരോ അക്ഷരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പം നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് അനേകം സൗണ്ടുകളുടെ കൂട്ടങ്ങളും അനേകം അക്ഷരങ്ങളുടെ കൂട്ടങ്ങളുമാണ് യഥാർത്ഥത്തിൽ മന്ത്രം. മനനാത് ത്രായതേ ഇതി മന്ത്ര എന്ന് സാമാന്യ ഭാഷയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം മന്ത്രം സൗണ്ടാണ്. എന്തുകൊണ്ടാണ് ആ മന്ത്രത്തിന് ഇത്രയും പവറുള്ളത്? മന്ത്രം സൗണ്ടായതുകൊണ്ടാണ്. ഋഷിമാർ ദർശിച്ചതാണ് മന്ത്രം. പിന്നീട് അവരുടെ ചുണ്ടിലൂടെ ഒഴുകുന്നതാണ് യഥാർത്ഥ മന്ത്രം. അതിൻ്റെ ശക്തി വരണമെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചതുകൊണ്ട് കാര്യമില്ല. അത് അവൻ്റെ നാവിലൂടെ, ചുണ്ടിലൂടെ പുറത്തേക്ക് വരണം. അത് ഒരു സൗണ്ടായി, ഊർജമായി മാറുന്ന സമയത്താണ് നിങ്ങൾക്കതിൻ്റെ ഏറ്റവും മഹത്തായ കാര്യം മനസ്സിലാവുക. ഇതാണ് മന്ത്രത്തിൻ്റെ ശക്തി. അതുപോലെ ഒരു ശക്തിയുള്ള വാക്കാണ് എസ്. എസ് എന്ന് പറയുന്നത് 6 ഹീലിംഗ് സൗണ്ട്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചൈനീസ് ബുദ്ധസന്യാസിമാർ, തിബത്തൻ സന്യാസിമാർ, ഏഷ്യ വൻകരയിലുള്ള ഒരുപാട് മഹാത്മാക്കൾ, ഈ ലോകം മുഴുവനുള്ള അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വളരെ മാസ്മരികതയുള്ള ഒരു പദമാകുന്നു എസ്. അതുകൊണ്ടാണ് 6 ഹീലിംഗ് സൗണ്ട്സ് അവരുടെ ദാർശനികത അവർ ദർശിച്ചിട്ടുണ്ട്. 6 ഹീലിംഗ് സൗണ്ട്സ് ആണ് അവർ ദർശിച്ചിട്ടുള്ളത്. അതിൽ ഒരു സൗണ്ടാണ് എസ് എന്ന് പറയുന്നത്. ചീക്കുങ്ങിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സൗണ്ടാണ് എസ് സൗണ്ട്. എസ്സിന് ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു ലങ് സൗണ്ടാണ്. അതൊരു ലങ് സൗണ്ടാണ് എസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സാഡ്നെസ്സിനെ, നിങ്ങളുടെ ദുഃഖത്തിനെ, നിങ്ങളുടെ മറ്റുള്ള മാനസിക പ്രശ്നങ്ങളെ വളരെ പെട്ടെന്ന് എസ് സൗണ്ട് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ലോകത്തിലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ചൈന, ജപ്പാൻ, അതുപോലുള്ള ഏഷ്യ വൻകരയിലുള്ള രാജ്യങ്ങളും ലോകത്താകമാനവും ഈ ചീക്കുങ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ 70 രാജ്യങ്ങളിൽ ചീക്കുങ് എന്ന പദം വളരെ സുപരിചിതമാണ്. വളരെ സുപരിചിതമാണ്. അപ്പോൾ ആ എസ് സൗണ്ടിൽ കൊണ്ട് നിങ്ങൾക്ക് മായാജാലം സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾ ഇന്നു മുതൽ എസ് സൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതൊരു ചെറിയ മെഡിറ്റേഷൻ മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് അത് വളരെ ചെറുതാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും, നിങ്ങളുടെ ആങ്സൈറ്റിയെ കുറയ്ക്കും, നിങ്ങൾക്ക് ഒരു പുതിയ ജീവിത രീതിയിലേക്ക് മുന്നേറാനുള്ള അവസ്ഥകളെ അത് സൃഷ്ടിക്കും. നിങ്ങൾക്ക് കമാൻഡിങ് പവർ ഉണ്ടാവും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സംഗതിയെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും.